ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു തരികയാണ്. ഈ നോയമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ അമ്മ നമ്മളോട് പറഞ്ഞു തരിക, മകനെ, മകളെ, എൻ്റെ മകൻ, അതായത് ഈശോ ശിഷ്യരുടെ പാദം കഴുകി ചുംബിച്ചതുപോലെ നീയും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും തുടങ്ങുമ്പോൾ ദൈവം നിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഇന്ന് എവിടെയെങ്കിലും നമുക്കൊരു കുറവുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ദൈവം നമ്മളെ കാണുന്നില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി എളിമപ്പെട്ടതുപോലെ നമ്മളും എളിമപ്പെടുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണെന്ന് കരുതുക. കർത്താവിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പാദങ്ങൾ സുന്ദരമാകുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ പവിത്രമാണെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പാദം കല്ലിൽ തട്ടാതെ അവിടെ നിന്ന് തന്നെ സംരക്ഷിക്കും. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ തമ്പുരാനോട് ചേർന്ന് നിന്ന് തമ്പുരാനെ അനുസരിക്കുക, തമ്പുരാനെ ഫോളോ ചെയ്യുക, ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു സുവിശേഷത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി കരുതുക. ഇപ്പം നമ്മുടെ ഇന്ന് നമ്മളോട് ദൈവം തമ്പുരാൻ പറഞ്ഞു തരികയാണ്. യോഹന്നാൻ 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. സങ്കീർത്തനം 119:105 പറഞ്ഞു തരികയാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. സങ്കീർത്തനം 91:12. ഇതുപോലെ നമ്മുടെ പാദങ്ങൾ എത്ര മനോഹരമാണെന്ന് ഈശോ നമ്മളെ ഇന്ന് ബോധ്യപ്പെടുകയാണ്. നമ്മൾ തമ്പുരാൻ നമുക്ക് കഴുകി തന്ന വലം തികയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എളിമപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ മേഖലകൾ മുഴുവൻ തമ്പുരാനോട് ചേർന്ന് നിൽക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന ആ മേഖലകൾ മുഴുവൻ ദൈവം ഒരു അനുഗ്രഹപ്രദമാക്കുകയാണ്. നമ്മളെ ഒരു എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധിയിൽ നിന്നും, ആപത്തിൽ നിന്നും കാലിൽ ഒരു കല്ല് പോലും തട്ടാതെ കാത്തു പരിപാലിക്കാൻ കഴിവുള്ളവനാണെന്ന് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണെന്ന് കരുതുക. ഈ നോയമ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ ഉദ്ധാനവും കുരിശുമരണവും ഒക്കെ നമ്മൾ ഈ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു മേഖലകളെല്ലാം അനുദപിച്ച് പശ്ചാത്തപിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.